കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളുമാണ് ഉയർന്നു വന്നത്. പല ഭാഗത്തു നിന്നും എതിർപ്പുയർന്നിരുന്നു. എന്നാൽ തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. ടോൾ ഏർപ്പെടുത്തുന്നതിൽ CPM-ലും ഇപ്പോൾ ധാരണയായിരിക്കുകയാണ്. കിഫ്ബി റോഡുകൾ വഴി ടോൾ പിരിക്കുന്നതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളും സർക്കാരിനുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ടോൾ ഏർപ്പെടുത്തുന്നതിൽ 3 ലക്ഷ്യങ്ങളാണ് സർക്കാരിനുള്ളത്. ടോൾ ഉൾപ്പെടെയുള്ള വരുമാന മാർഗം സ്വീകരിച്ചാൽ കിഫ്ബിക്ക് വായ്പകളെയും സർക്കാർ സഹായത്തെയും കൂടുതൽ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാം. കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായാണ് കേന്ദ്രം കണക്കാക്കുന്നത്. അതിനാൽ കിഫ്ബിക്ക് യഥേഷ്ടം വായ്പ എടുക്കാനാവില്ല. സർക്കാർ വായ്പയെടുത്ത് കിഫ്ബിക്ക് നൽകേണ്ടി വരുന്നു. ഇത് ഇരട്ട പ്രഹരമാണ്. കിഫ്ബിക്ക് പണം നൽകണം, അതിന്റെ പേരിൽ വായ്പ കുറയുകയും ചെയ്യും. രണ്ടാമത്തെ ലക്ഷ്യം കേന്ദ്രം വായ്പ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിലെ അനുകൂല വിധിയാണ്. ദേശീയപാത അതോറിറ്റി സമാന രീതിയിൽ എടുത്ത വായ്പ കേന്ദ്ര സർക്കാരിന്റെ വായ്പയായി കണക്കാക്കുന്നില്ല. ഇത് അതോറിറ്റിക്ക് സ്വന്തമായി വരുമാനമുള്ളത് കൊണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. കിഫ്ബി വരുമാനമുണ്ടാക്കുന്ന സ്ഥാപനമായതിനാൽ കേന്ദ്രത്തിന്റെ ഈ വാദം കിഫ്ബിയെയും രക്ഷിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ബാങ്കുകളിൽ നിന്ന് വായ്പ നേടുകയാണ് മറ്റൊരു ലക്ഷ്യം. വരുമാന മാതൃകയിൽ അല്ലാതെ സർക്കാർ സഹായത്തോടെയുള്ള പദ്ധതികൾക്ക് ബാങ്കുകൾ വായ്പ നൽകുന്നതിനെ റിസർവ് ബാങ്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പകൾ കിട്ടാൻ കിഫ്ബിക്ക് തടസ്സമാണ്. 13-ന് കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അന്ന് വരുമാന മാതൃക സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം തീരുമാനം നടപ്പിലാക്കിയാൽ സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 50-ലധികം റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ടോൾ നൽകേണ്ടി വരും. ദേശീയപാത നിർമ്മാണം കൂടി പൂർത്തിയാകുമ്പോൾ നാഷണൽ ഹൈവേസ് അതോറിറ്റി വക ടോൾ പ്ലാസകൾ ഉയരും. ഇതോടെ ടോളോട് ടോൾ എന്നതാകും സ്ഥിതി. ബൈപ്പാസുകൾ, തുരങ്കപാത, തീരദേശ മലയോര പാതകൾക്കെല്ലാം ടോൾ നൽകേണ്ടി വരും എന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. കിഫ്ബി ഫണ്ട് വഴി സംസ്ഥാനത്ത് 511 പദ്ധതികളാണ് പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്നത്. 32,000 കോടിക്ക് മുകളിലാണ് ആകെ നിർമ്മാണ ചെലവ്. വിവിധ പദ്ധതികൾക്കായി ചെലവായ തുകയുടെ നല്ലൊരു ഭാഗം ടോൾ ഏർപ്പെടുത്തുന്നത് വഴി തിരിച്ചുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. തിരുവനന്തപുരം കരമന കളിയിക്കാവിള പാത, വഴയില 4-വരിപ്പാത, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, കൊട്ടാരക്കര ബൈപ്പാസ്, കുട്ടിക്കാനം ചപ്പാത്ത് മലയൂര് പാത, അങ്കമാലി കൊച്ചി എയർപോർട്ട് ബൈപ്പാസ്, മൂവാറ്റുപുഴ പെരുമ്പാവൂർ ബൈപ്പാസുകൾ, ആലുവ മൂന്നാർ റോഡ്, കണ്ണൂർ വിമാനത്താവളത്തിന്റെ കണക്ടിംഗ് റോഡുകൾ, വയനാട് തുരങ്കപാത, മറ്റു മലയോര തീരദേശ പാതകൾ ഉൾപ്പെടെ നിർമ്മാണം നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ 50-ലധികം റോഡുകളാണ് ടോൾ പിരിവിന്റെ പട്ടികയിൽ വരിക. CPM-ന്റെ പ്രഖ്യാപിത നയത്തിന് തന്നെ വിപരീതമാണ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടപ്പിലാക്കാനൊരുങ്ങുന്നത്. ടോൾ പിരിവ് ആരംഭിച്ചാൽ കൊള്ള തടയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. കേരളത്തിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ടോളുകൾക്ക് CPM എതിരായിരുന്നു. മഹാരാഷ്ട്രയിൽ ടോൾ വിരുദ്ധ പ്രക്ഷോഭങ്ങളും പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന പാതകളിൽ ടോൾ പിരിക്കില്ലെന്നാണ് ഒന്നാം പിണറായി സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരൻ മുമ്പ് പറഞ്ഞിരുന്നത്. 2019 ജൂൺ 14 നിയമസഭയിൽ കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് വരുമാനം ലഭ്യമാക്കാൻ യൂസർ ഫീയോ ടോളോ പിരിക്കുന്ന കാര്യം ആലോചനയിലുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മറുപടി. അതേസമയം ടോൾ പിരിവ് ഉൾപ്പെടെയുള്ള വരുമാന മാർഗങ്ങളാവാമെന്ന് കിഫ്ബി നിയമം അനുശാസിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.